അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ്, അടിപൊളി ബ്രെഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാൻഡ്വിച്ചിന്റെ ബ്രെഡാണ്. പിന്നെ നമ്മുടെ നൂഡിൽസ് ഇല്ലേ, അപ്പോൾ നമ്മളിന്ന് മാഗി തപ്പിച്ചെന്നപ്പോഴത്തേക്ക് നമുക്ക് ജിപ്പിയാണ് കിട്ടിയത്. ജിപ്പി പക്ഷെ സംഭവം അടിപൊളിയാണ്, എല്ലാം സെയിം ആണ് സാധനം. ബാലാജിയുടെ നൂഡിൽസ്. എന്തായാലും നമ്മള് മസാല നൂഡിൽസ് അല്ല, സാധാരണ നമ്മള് മാഗിയുടെ നൂഡിൽസ് ഉപയോഗിക്കത്തില്ലേ, അതേ സെയിം ടൈപ്പ് സാധനം തന്നെ, 10 രൂപയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിന്ന് ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായൊരു സ്നാക്ക് റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. ടിഫിനിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത്, കൊടുക്കാനൊക്കെ പറ്റുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ക്യാപ്സിക്കം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം, പിന്നെ തക്കാളി, ഉള്ളി, പച്ചമുളക്, അങ്ങനെ കുറച്ച്. ചീനച്ചട്ടിക്കകത്ത് ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് നിന്ന് ചൂടാക്കണം. ചീനച്ചട്ടി സ്റ്റവ് ഒന്ന് കത്തിക്കണം. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തു വിടാനും നല്ലതാണ്. പിന്നെ 4 മണി പലഹാരമായിട്ട് എടുക്കാൻ കൊള്ളാണ്. അപ്പൊ അങ്ങനെയുള്ള നല്ലൊരു സംഭവം. ഇനി ചില ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ബ്രെഡൊക്കെ കഴിക്കുന്ന സ്ഥലങ്ങൾ കാണുമല്ലോ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സാധാരണ കുക്കിംഗ് ഓയിലാണ്. അപ്പൊ ഇനി എണ്ണ ചൂടാണ്. അപ്പൊ നമുക്കിനി ഇതിൻ്റെ അകത്ത് ഇട്ടൊന്ന് വഴട്ടാനായിട്ട് നമ്മളൊരു അരമുറി സവോള എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, എന്നാലും നമുക്ക് വളരെ വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. വഴറ്റിയെടുക്കാം. ഇത് ഈ വഴറ്റുന്നൊക്കെ ഒരു താമസമേ ഉള്ളൂ കേട്ടോ, സംഭവം സിമ്പിളാണ്. അത് തന്നെ. അപ്പൊ ഈ ചെറുതായിട്ട് അരിയുവാണെങ്കിൽ പിന്നെ വേഗം തന്നെ ആയി കിട്ടുവേ. അതെ. അപ്പൊ ബ്രെഡ് എടുക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, ഈ സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടുമെങ്കിൽ അത് തന്നെ വാങ്ങിക്കണം. ഈ സാൻഡ്വിച്ചിന്റെ ഇങ്ങനെ കിട്ടുമല്ലോ, അങ്ങനെ പറഞ്ഞ് മേടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഉള്ളി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടാണ് നമുക്ക് വേഗം തന്നെ ആയി കിട്ടുന്നത്. നമുക്ക് നമ്മുടെ തക്കാളി നമ്മൾ അരമുറി എടുത്തിട്ടുള്ളത്, ഒരു ചെറിയൊരു തക്കാളിയുടെ അരമുറി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളുണ്ടല്ലോ ഉണ്ടാക്കി വരുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ആയിരിക്കും. അത് തന്നെ. അപ്പം നമുക്ക് ഇതൊന്ന് ആകാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഒരു സ്വല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മാഗിക്ക് അറിയാമല്ലോ, നമ്മൾ അതിൻ്റെ അകത്ത് ഉപ്പുണ്ട് ആ മസാലയ്ക്കകത്ത്. അപ്പം അതിനനുസരിച്ച് മാത്രമേ ഇടാവൂ, കൂടുതൽ ക്വാണ്ടിറ്റി ആവില്ല. റെഡിയായി വരുന്നുണ്ട്. അപ്പം ഇനി നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാവേ. എരിവ് കുറഞ്ഞ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ എരിവ് കുറഞ്ഞ മുളകിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാതെ. ഇനി നമുക്കൊരു സ്വല്പം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇത് നമ്മളൊരു ചെറിയ പീസ് ക്യാപ്സിക്കം മാത്രം എടുത്തിട്ടുള്ളൂ. നമ്മൾ എടുക്കുന്ന ഉള്ളിയുടെ ഒക്കെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് മാത്രമേ ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് മാത്രമേ ക്യാപ്സിക്കം ചേർക്കാം. ഇനി ക്യാപ്സിക്കം ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട. അതിന് മുമ്പ് തന്നെ നമുക്കിനി മാഗിയും ഇതെല്ലാം വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഒന്ന് തിളച്ചിട്ട് വേണം നമുക്ക് മാഗി ഇട്ട് കൊടുക്കാം. അപ്പം തിളച്ചോട്ടെ കേട്ടോ. നമ്മുടെ വെള്ളം നല്ല അടിപൊളിയായിട്ട് നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കുണ്ടല്ലോ ഈ സാധനം നമ്മൾ കവർ പൊട്ടിക്കുന്നതിന് മുമ്പ് ഇതിനെ പൊട്ടിക്കുന്നത്, എന്നിട്ട് വേണം നമുക്ക് ഇതിന്റെ കവർ. ഇതിന്റെ അകത്ത് നമ്മൾ മസാല ഇട്ട് അതും കൂടെ ഇടരുത്. ഈ കവറിൽ ഡയറക്റ്റ് ഇടുമ്പോൾ അത് പൊട്ടിക്കണം. മസാല എടുത്ത് മാറ്റി വെച്ചിട്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം, കൊച്ചു പിള്ളേർക്ക് പോലും അറിയാവുന്നൊരു കാര്യമാണല്ലോ. സത്യമായി ഈ മാഗിയുടെ സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിള്ളേർ എക്സ്പെർട്ടാണ്. അവർക്ക് ഒരു വ്യത്യസ്തമായിട്ട് രീതിയിൽ മുറിച്ചെടുക്കാം. അപ്പൊ അതിനകത്തുനിന്ന് മസാല എടുത്തതിന് ശേഷം നമുക്ക് മസാല ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേഗണം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മസാലയും കൂടെ അങ്ങ് ഇട്ടേക്കാം. അപ്പം നമുക്ക് അറിയുകയും ചെയ്യാൻ പറ്റും എത്ര മാത്രം ഉപ്പോ ഒക്കെ വേണ്ടി വരും എന്നുള്ളത്. ആ മാഗി മസാലയുടെ ഒരു അത് തന്നെ. ഞാൻ എപ്പോഴും മാഗി എന്ന് പറയുന്നത്, പക്ഷെ ഇത് വേറെ കമ്പനിയാണ്. സെയിം തന്നെയാണ്, കമ്പനി വേറെയാണ്. പക്ഷെ നമ്മൾ എപ്പോഴും പറഞ്ഞു ഈ ഇങ്ങനത്തെ നൂഡിൽസിനെല്ലാം തന്നെ നമ്മൾ മാഗി എന്നാണ് പറയുന്നത്. നമ്മുടെ മാഗി ഉണ്ടല്ലോ, അത് വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട്, സംഭവം സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി കിട്ടും. മാറ്റുന്നതിന് മുമ്പായിട്ട് നമുക്ക് സ്വല്പം മല്ലിയില കൂടെ ഇട്ടിട്ട് നമുക്ക് അതൊന്ന് നിർത്തിയേക്കാം.
ഇനി ഇതിന്റെ സ്റ്റൗ അങ്ങ് നിർത്താം. മാഗി മുഴുവൻ തണുക്കണമെന്നില്ല, ഒരു മുക്കാൽ ഭാഗം ഒന്ന് തണുത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാതെ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ കണ്ടല്ലോ ഈ സൈഡ് ഒന്ന് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. ബ്രൗൺ കളറിലെ ഈ സാധനം ഉണ്ടല്ലോ ഇതൊന്ന് മുറിച്ചെടുക്കണം. അത് നമ്മൾ ഈ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇത് കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് കളയണമെന്നില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിനോ അല്ലെങ്കിൽ ബ്രെഡ് പൊടിയൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ ബ്രെഡ് ചമ്മന്തി ഉണ്ടാക്കാം. അതെ, നല്ല ബ്രെഡ് ചമ്മന്തി ഉണ്ടല്ലോ, വടാപ്പാവിന്റെ ബ്രെഡ് ചമ്മന്തി ഉണ്ട്. അപ്പൊ അത് നമുക്ക് എത്ര ബ്രെഡാണോ ആവശ്യം എന്ന് വെച്ചാൽ അത്ര എണ്ണം ഇതുപോലെ ഒന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കാം. ഇതിങ്ങനെ മുറിച്ചെടുക്കുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞത് വലിയ ബ്രെഡ് തന്നെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. സാൻഡ്വിച്ച് ബ്രെഡ് ആയിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ബ്രൗൺ ബ്രെഡ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതാണെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് അത് എടുക്കാം. അപ്പൊ ഇതൊന്ന് ഒരു 3-4 പീസ് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ആവശ്യമുള്ളത്ര എടുക്കാം. നമ്മളിപ്പോ ഒരു പീസ് മാഗി നൂഡിൽസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിനുള്ള ബ്രെഡ് എടുത്താൽ മതി. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മൈദ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കണം. അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് നമുക്ക് കലക്കിയെടുക്കാവേ. അപ്പൊ മൈദയുടെ ഒരു ഇതറിയാമല്ലോ, നല്ല ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതാണ് പശയ്ക്ക്. അതെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ലൂസ് ആകുക വേണ്ട, ഒരു മീഡിയം രീതിയിൽ നമുക്ക് അതൊന്ന് ഇതാക്കിയെടുക്കാം. അതെ, ഇതൊന്ന് കലക്കിയെടുക്കാം. അതിന് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല, ക്വാണ്ടിറ്റിയും ഒന്നുമില്ല. കാരണം നമുക്കിതൊരു പശയുടെ ഒരു രൂപത്തിൽ കിട്ടുക എന്നുള്ളതാണ്. ഒന്ന് ഒട്ടിപ്പിടിക്കും ഒരു. അതെ, അതിന് വേണ്ടിയാണ് നമ്മൾ സാധനം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ബ്രെഡ് ഇപ്പം നമ്മളൊരു 6 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. ആ സമയത്ത് തന്നെ നമ്മുടെ മൈദയും കൂടെ ഒന്ന് കലക്കിയെടുത്തേക്കാവേ. സംഭവം ഉണ്ടല്ലോ, ഇച്ചിരി ഒന്ന് മെനക്കണം, പക്ഷെ അടിപൊളി സാധനം ഇത്. പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഇത് ഉണ്ടാക്കി വെക്കുന്ന ഇതേ കാണത്തുള്ളൂ, അതിന് മുമ്പ് തന്നെ സംഭവം. മാത്രമല്ല നമ്മൾ എപ്പോഴും മാഗി വെറുതെ അങ്ങ് വെന്ത് കഴിക്കുന്നേക്കാളും നല്ലത് ഒരു വ്യത്യസ്തമായ രുചിയും കൂടിയാണ്. ഒരു വേറൊരു പ്രത്യേക രുചിയാണ് സാധനം. അപ്പം ഇതൊന്ന് മാറ്റി. ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താ വെച്ചിട്ടുണ്ടല്ലോ, ഈ നമ്മൾ ഈ ബ്രെഡ് അങ്ങോട്ട് ഒരു 2 പീസ് അങ്ങോട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ ചപ്പാത്തിയുടെ ഇതില്ലേ, ഇത് വെച്ചിട്ട് ഇവനെ ഒന്ന് പരത്തിയിടണം. ഇതുണ്ട് ഇങ്ങനെ. നമുക്കത് ഒരു കയ്യിൽ പിടിക്കാനുള്ളൊരു സൗകര്യത്തിനാണ് ഇതിങ്ങനെ പരത്തുന്നത്. എല്ലാ സൈഡും നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അതുപോലെ ചെയ്തെടുക്കുക. അപ്പം ഇത് നമ്മളെ മുറിച്ച് വെച്ച ബ്രെഡ് മുഴുവൻ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കട്ടെ. ഇതിനെ ഇങ്ങനെ വെടിവെച്ചെടുക്കാവേ. ഇതിപ്പോൾ ഓരോ പീസ് വെച്ച് വേണമെങ്കിൽ നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ 2 എണ്ണം ഒരുമിച്ച് വെച്ചിട്ടോ 3 എണ്ണം ഒരുമിച്ച് വെച്ചോ ഒക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട്. ഈ ബ്രെഡ് മുഴുവൻ നമ്മളതൊന്ന് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ട് നമുക്ക് കാണാതെ. നമ്മളെ ബ്രെഡെല്ലാം നല്ല പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മൈദ കലക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ ആ കലക്കി വെച്ചിരിക്കുന്നത് കുറേശ്ശായിട്ട് ഈ 4 മൂല സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കാവേ. നമുക്കതിപ്പോൾ ഒരു ഒട്ടിക്കുന്ന രീതിയിൽ വേണം നമുക്കിത് കിട്ടാൻ. അതുകൊണ്ടാണ് നമ്മൾ 4 സൈഡിലും തേക്കുന്നത്. അതെ, മൈദ ആകുമ്പോഴത്തേക്ക് വിട്ടു പോകത്തില്ല സംഭവം. അതെ, പിടിച്ചിരുന്നു സാധനം. അപ്പോൾ നമ്മളത് 4 സൈഡിലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ മാഗി ഇല്ലേ, നമ്മുടെ നൂഡിൽസ്, ഇനി നമുക്കിത് മിക്സ് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പൊ ബ്രെഡിന്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്താണ് ചെയ്യാൻ കേട്ടോ. ചെറിയ ബ്രെഡ് ആണെങ്കിൽ അധികം വെക്കണ്ട, ഒരു മീഡിയം രീതിയിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇത് നമ്മളത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് അതൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇത് മുഴുവൻ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് മുഴുവൻ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോഴേ നമ്മൾ ബ്രെഡ് നമ്മുടെ മാഗി വെച്ച് മുഴുവൻ ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സ്റ്റഫിങ് എല്ലാം കഴിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഇപ്പുറത്തെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം ചൂടായി. നമുക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ. ഇതിപ്പോ എണ്ണ നെയ്യ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യ് വേണേലും ഒഴിക്കാം കേട്ടോ. നെയ്യിൽ ചെയ്താലും നല്ല ടേസ്റ്റ് ആണ് സാധനം. അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി എണ്ണ ആവശ്യമില്ല, 1 ടേബിൾ സ്പൂൺ എണ്ണയുടെ ആവശ്യമില്ല. ഈ ബ്രെഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എണ്ണ അങ്ങ് വലിച്ചു കുടിക്കും. അപ്പൊ അതുകൊണ്ട് അധികം എണ്ണ വേണ്ടത്. സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ പാൻ ചൂടായിരുന്നു. നമുക്കത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ പീസ് വെച്ചിട്ട് 2 സൈഡും ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
ഒരു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി കേട്ടോ. അധികം ഒത്തിരി ഫ്ലെയിം വേണ്ട, അപ്പൊ കരിഞ്ഞു പോകും. ചെറിയ ഫ്ലെയിമിൽ. ഇതിന്റെ അകത്തിരിക്കുന്ന സ്റ്റഫിങ് എല്ലാം വെന്തതാണ്. പിന്നെ നമുക്കൊരു ക്രിസ്പി ഫീൽ കിട്ടാൻ വേണ്ടിയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ നിൽക്കട്ടെ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മളപ്പോൾ ഉണ്ടല്ലോ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തായിരുന്നു. ഇപ്പൊ നമ്മുടെ 2 സൈഡ് ഏകദേശം അത്യാവശ്യം നല്ല ബ്രൗൺ കളറായി, നല്ല ക്രിസ്പി ഒരു ഫീലൊക്കെ വന്നിട്ടുണ്ട് സംഭവം. ഇനി ഇത് നല്ലതായിട്ട് എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വറുത്തെടുക്കാം. പക്ഷെ കൂടുതൽ എണ്ണ കുടിക്കും, അതുകൊണ്ടാണ് നമ്മൾ എണ്ണയുടെ ആ ഒരു ടേസ്റ്റ് മുമ്പിൽ നിൽക്കും. അപ്പൊ അതുണ്ടല്ലോ ഒരു നമുക്ക് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഈ എണ്ണയ്ക്ക് പകരം നെയ്യ് വേണേലും ഉപയോഗിക്കാം, ബട്ടർ വേണേലും ഉപയോഗിക്കാം. കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൊള്ളാം. ഇതുപോലെ മാഗി ഇനി മേടിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ചുമ്മാ വെള്ളം തിളപ്പിച്ച് എന്താ പറയുന്നത് ഒന്ന് അതിന്റെ മസാല ഇട്ടെടുക്കുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് വ്യത്യസ്തമായിട്ട് അത് ചെയ്ത് നോക്കുക. അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് പിള്ളേർക്കാണെങ്കിലും ഇഷ്ടപ്പെടും. പിള്ളേർക്ക് തന്നെ ആർക്കും വേണം ഇഷ്ടപ്പെടും. ചെയ്യാൻ പറ്റുന്ന ആർക്കും വേണം ചെയ്യാം. അപ്പൊ ഇത് എന്താ പറയുക 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ സ്നാക്ക് ബോക്സിൽ വെച്ച് കൊടുക്കാം. സംഭവം വെജിറ്റേറിയൻ സാധനമാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മുറിക്കുമ്പോഴത്തേക്കും ഇതിന്റെ അകത്തുനിന്ന് മാഗിയുടെ ഫില്ലിങ്ങും വരും. അപ്പൊ അത് കാരണം പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. അപ്പൊ എന്തായാലും ഇതുപോലെ ചെയ്ത് നോക്കുക. സംഭവം കാണുമ്പോഴത്തേക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും. പക്ഷെ 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് സംഭവം സിമ്പിളാണ്. പിന്നെ പടപടയെ നമുക്ക് ഈ സാധനം ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക. സംഭവം അടിപൊളി ടേസ്റ്റാണ്. മാഗിയുടെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് വളരെ കുറച്ച് മാഗി ഉള്ളെങ്കിലും വയറ് നിറയാനും മാത്രം ക്വാണ്ടിറ്റിയിൽ അതെ ചെയ്തെടുക്കാം നമുക്ക്. അപ്പൊ ചെയ്തിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയാം. പിന്നെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഒന്ന് അഭിപ്രായം പറയുക. പിന്നെന്താ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഓൺ ചെയ്ത് ഇടുമ്പോഴത്തേക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് മൊബൈലിൽ കിട്ടും. പിന്നെ അഭിപ്രായവും നിർദ്ദേശമൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ പാചകം ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ചെയ്യട്ടെ. അപ്പം വ്യത്യസ്തമായ വേറൊരു രുചിയായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.